ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ദി ലാസ്റ്റ് ഗോസ്പൽ ചാനലിൻ്റെ 195 എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധ ദിനമാണ് ദുഃഖവെള്ളിയാഴ്ച. കാരണം ലോകത്തിൻ്റെ വിമോചകനായി വന്നവൻ അന്ന് നിലവിലിരുന്ന ഏറ്റവും ഹീനമായ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ദിവസമാണ് അന്ന്. വല്ലാത്ത വിരോധാഭാസം തന്നെ അല്ലേ? ലോകത്തിൻ്റെ രക്ഷകനായി വന്നവനെ ക്രൂശിൽ തറച്ചു കൊല്ലുന്നു. ഇതിനപ്പുറം വിരോധാഭാസം എന്താണ്? ആധുനിക ലോകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തോറ്റുപോയവൻ്റെ ഓർമ്മ ദിവസമല്ലേ ദുഃഖവെള്ളി? ഒരിക്കലുമല്ല. ലോകം മുഴുവൻ ജയിക്കാനായി സ്വയം തോറ്റുകൊടുക്കുന്ന സ്വർഗത്തിൻ്റെ രക്ഷാകര പദ്ധതിയാണത്. ലോകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി തോറ്റു കൊടുക്കുന്ന സംഭവം. മറിച്ച് വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്ത് അവസാനം സ്വന്തം ജീവൻ പോലും കൊടുക്കുന്ന മഹാസംഭവം. എത്ര വിശദീകരിച്ചാലും തീരാത്ത ആ മഹാസംഭവത്തിൻ്റെ അനുസ്മരണയാണ് ഇന്ന്. ഇതിനു മുമ്പ് 2 ദുഃഖവെള്ളി ധ്യാനങ്ങൾ ഞാൻ ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരോടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നവരോടും ഈ ചാനലിലെ 114 167 എപ്പിസോഡുകൾ കാണാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അവ കണ്ടു കഴിഞ്ഞ് ഈ എപ്പിസോഡ് കൂടെ കണ്ടാൽ പ്രിയപ്പെട്ടവരെ, ഇവയിലെ സന്ദേശങ്ങൾ നമ്മുടെ മനസ്സുകളെ ഇളക്കി മറിക്കും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ആദ്യ ദുഃഖവെള്ളിയിലെ ചില കഥാപാത്രങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടുകയാണ് ഈ എപ്പിസോഡിൻ്റെ ലക്ഷ്യം. സുവിശേഷങ്ങളിലെ യേശുവിൻ്റെ പീഡാനുഭവ വിവരണങ്ങളിൽ കണ്ടുമുട്ടുന്ന അതേ ക്രമത്തിൽ അവരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഒന്നാമത്തെ ആൾ യൂദ ഇസ്കര്യോത്താവാണ്. പെസഹായിക്ക് 2 ദിവസം മുമ്പ് യെരുശലേമിൽ ഒരു വലിയ ഗൂഢാലോചന നടക്കുകയാണ്. മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും കയ്യഫ മഹാപുരോഹിതൻ്റെ മണ്ഡപത്തിലാണ് കൂടിയിരിക്കുന്നത്. യേശുവിനെ ഉപായത്തിൽ പിടിച്ചു കൊല്ലുക എന്നതാണ് അവരുടെ ആലോചനാ വിഷയം. മത്തായി 26 1 മുതൽ 4 വരെ. അതേ ദിവസം ബഥാന്യയിൽ കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിൽ ഒരു വിരുന്ന് സൽക്കാരം നടക്കുകയാണ്. കുഷ്ഠരോഗിയായിരുന്ന ശീമോനെ യേശു സൗഖ്യമാക്കിയതിൻ്റെ സ്തോത്ര പ്രാർത്ഥനയായിരുന്നിരിക്കണം. 4 സുവിശേഷകന്മാരും, അതായത് മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനും ഈ സംഭവം സവിസ്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി പൊട്ടിച്ച് 300-ലധികം വെള്ളിക്കാശ് വില വരുന്ന പരിമള തൈലം യേശുവിൻ്റെ തലയിൽ ഒഴിക്കുന്നു. ഇത് കണ്ടു നിന്ന ശിഷ്യന്മാർ മുഷിഞ്ഞു എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് യൂദ ഇസ്കര്യോത്താവാണ് എന്ന് യോഹന്നാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 12:4-5 വാക്യങ്ങൾ. തുടർന്ന് അവിടെ നടന്ന കാര്യങ്ങളിലും ചർച്ചകളിലും യേശുവിൻ്റെ അഭിപ്രായ പ്രകടനത്തിലും അസ്വസ്ഥനായ യൂദ അവിടുന്ന് നേരെ മഹാപുരോഹിതന്മാരുടെ ഗൂഢാലോചനയുടെ നടുവിലേക്കാണ് പോകുന്നത് എന്ന് മത്തായിയും മർക്കോസും വ്യക്തമായി പറയുന്നുണ്ട്. മത്തായി 26:14, മർക്കോസ് 14:10. അവിടെ ചെന്ന് യൂദ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് തരും? ഞാൻ അവനെ കാണിച്ചു തരാം. അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു എന്നാണ് നമ്മോട് വായിക്കുന്നത്.
യേശുവിൻ്റെ പീഡാനുഭവങ്ങളിലെ ആദ്യ സംഭവം തൻ്റെ ശിഷ്യൻ്റെ ഒറ്റുകൊടുക്കലാണ്. യൂദ എന്ന വാക്കിൻ്റെ ശരിക്കും അർത്ഥം സ്തുതിക്കപ്പെട്ടവൻ അഥവാ സ്തുതിക്കപ്പെടേണ്ടവൻ എന്നാണ്. ഏറ്റവും അത്ഭുതകരമായി തോന്നുന്ന ഒരു കാര്യം, സ്തുതിക്കപ്പെടേണ്ടവൻ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം നിന്ദിക്കപ്പെട്ടവനായത് എങ്ങനെയാണ് എന്നതാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഫാദർ മാർട്ടിൻ ശങ്കൂരിക്കലിൻ്റെ ഒരു ദുഃഖവെള്ളി ധ്യാനം വായിക്കാനിടയായി. അതിൽ അദ്ദേഹം പറയുന്നത്, സ്നേഹശാസ്ത്രത്തെ സാമ്പത്തിക ശാസ്ത്രം കീഴടക്കിയപ്പോൾ സ്തുതിക്കപ്പെടേണ്ടവൻ നിന്ദിക്കപ്പെട്ടവനായി എന്നാണ്. അതായത് ദൈവത്തെ അവൻ വിറ്റു. വിൽക്കുന്നതിന് മുമ്പ് അവൻ ബന്ധങ്ങൾക്ക് വിലയിട്ടു. കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് പോലും അവൻ വെള്ളിക്കാശുകളുടെ ലാഭനഷ്ട കണക്കിലാണ് കണ്ണുവച്ചത്. അതുകൊണ്ടാണ് യേശുവിനെ പരിമള തൈലം പൂശുവാൻ സ്ത്രീ ചെലവാക്കിയ 300-ലധികം വെള്ളിക്കാശുകൾ അവന് നഷ്ടമായി തോന്നിയതും യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് പ്രതിഫലമായി കിട്ടിയ 30 വെള്ളിക്കാശ് ലാഭകരമായി തോന്നിയതും. യോഹന്നാൻ ശ്ലീഹ അവൻ്റെ സ്വഭാവം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ വാചകത്തിന് പ്രസക്തി ഏറുന്നത്. അതായത് യേശുവിനെ ഈ തൈലം പൂശുവാൻ, അഭിഷേകം ചെയ്യുവാൻ ആ സ്ത്രീ ചെലവാക്കിയ പരിമള തൈലത്തിൻ്റെ 300-ലധികം വിലയുള്ള വെള്ളിക്കാശ് അത് അവന് നഷ്ടക്കണക്കാണ്. എന്നാൽ തൻ്റെ അരുമനാഥനെ ഒറ്റിക്കൊടുത്തതിന് പ്രതിഫലമായി കിട്ടിയ 30 വെള്ളിക്കാശ് അവന് ലാഭമാണ്. യോഹന്നാൻ ശ്ലീഹ പറയുന്നത് വായിച്ചാൽ യൂദായെ നമുക്ക് ശരിക്കും മനസ്സിലാവും. അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകിയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ അവൻ അങ്ങനെ പറഞ്ഞത്. യോഹന്നാൻ 12:6. പ്രിയപ്പെട്ടവരെ, ഈ ദുഃഖവെള്ളിയിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. വാസ്തവത്തിൽ സ്തുതിക്കപ്പെടാനുള്ള ജീവിതാവസ്ഥയിലേക്ക് ദൈവം വിളിച്ചടുപ്പിച്ച നമ്മളിൽ എത്രയോ പേരാണ് വിവിധ സന്ദർഭങ്ങളിൽ നിന്ദ്യമായ അവസ്ഥയിലേക്ക് വീണുപോയത്? ശങ്കുരിക്കലച്ചൻ പറയുന്നത് പോലെ, സ്നേഹബന്ധങ്ങൾക്ക് വിലയിട്ട് കൂടെ ഉണ്ടായിരുന്നവരെയും എന്തിന് ദൈവത്തെ പോലും സ്വാർത്ഥതയുടെ ചന്തയിൽ വിറ്റ് കളഞ്ഞത് കൊണ്ടല്ലേ? ദുഃഖശനിയാഴ്ചകളിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നടക്കുന്ന ഒരു ആക്ഷേപഹാസ്യ പരിപാടിയെപ്പറ്റി മാർട്ടിൻ ശങ്കൂരിക്കലച്ചൻ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ വിറ്റ് കിട്ടിയ പണം അഭിനവ യൂദാസുമാർക്ക് വിതരണം ചെയ്യുന്ന ഒരു വിൽപ്പത്ര വായനയാണത്. അത് ഞാൻ വായിച്ച് ധ്യാനിച്ചപ്പോൾ നമ്മുടെ സമൂഹത്തിലും സഭകളിലും ശരിക്കും എത്രയോ യൂദാസുമാരുടെ വിൽപ്പത്ര വായനകൾ നടത്തപ്പെടേണ്ടതാണ് എന്ന് ഓർത്തു പോവുകയാണ്. ഉദാഹരണത്തിന്, ഭരണകൂടങ്ങൾ പാവങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ക്ഷേമ ഫണ്ടുകളും പെൻഷനുകളും അടിച്ചു മാറ്റുന്ന സർക്കാർ ജീവനക്കാരും, ദൈവത്തിൻ്റെ പേരിൽ സുവിശേഷ കച്ചവടം നടത്തി വിശ്വാസ സ്ഥിരതയില്ലാത്ത ഭിക്ഷാന്തേഹികളെ പറ്റിച്ച് കോടീശ്വരന്മാരായി മാറിയ ദ്രവ്യദാസന്മാരും, സ്നേഹം നടിച്ച് കൊണ്ടു നടന്ന് വഞ്ചിച്ചും കൊന്നും തീർക്കുന്ന കാമഭ്രാന്തന്മാരും, കുടുംബ സന്ധാരണത്തിന് ഉതകേണ്ട അധ്വാന ഫലം മദ്യശാലകളിൽ കൊടുത്ത് കുടുംബാംഗങ്ങളെ എല്ലാം പട്ടിണിക്കിടുന്നവരും, പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാത്തവരും, രഹസ്യപാപികളും പരസ്യ വിശുദ്ധന്മാരുമായി ജീവിക്കുന്ന കാപട്യക്കാരായ ആത്മീയന്മാരുമൊക്കെ യൂദാസിൻ്റെ വിൽപ്പത്രത്തിലെ അവകാശികളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഈ ജീവിതകാലത്ത് നമ്മൾ നിസ്സാരമായ വിലയിട്ട് വിറ്റുകളഞ്ഞ നമ്മുടെ പല സ്നേഹബന്ധങ്ങൾക്കും പകരമായി നാം സമ്പാദിച്ചു കൂട്ടിയ
അക്കൽദാമകളുടെ അഥവാ രക്തനിലങ്ങളുടെ ആധാരങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരുകളൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയാലോ? സ്നേഹിതരെ, ഈ ദുഃഖവെള്ളിയിൽ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, യൂദാസിൻ്റെ വിൽപത്രത്തിൻ്റെ അവകാശികളായി അധപ്പതിക്കേണ്ടവരാണോ നാം? ഈ ദുഃഖവെള്ളി അങ്ങനെയുള്ളവരെ എല്ലാം വെല്ലുവിളിക്കുന്നില്ലേ? ഓർമ്മയിലിരിക്കട്ടെ, കാൽവറിയിൽ ഇറ്റുവീണ ചില രക്തത്തുള്ളികൾ ഇത്തരക്കാരെ ഓർത്താണ്. ഇന്ന് നാം പിന്തുടരാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ ആൾ പത്രോസ്ലീഹയാണ്. തൻ്റെ സഹോദരൻ അന്ത്രയോസിൻ്റെ കൈയും പിടിച്ച് യേശുവിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ശീമോനെ യോഹന്നാൻ സ്ലീഹ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ 1:42. ഒരൊറ്റ നോട്ടത്തിൽ അവനെ വല്ലാതെ ഇഷ്ടപ്പെട്ട യേശു അവൻ്റെ പേര് പത്രോസ് എന്ന് മാറ്റി കൂടെ കൂട്ടിയതാണ്. പത്രോസിനെ കുറിച്ചുള്ള എൻ്റെ ഒരു പ്രസംഗത്തിൽ, അത് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ പ്രതിപാദിച്ചിട്ടുള്ളതുപോലെ പിന്നെ അവൻ്റെ ജീവിതത്തിൽ വെച്ചടി കയറ്റമായിരുന്നു. യേശു അവനെ തൻ്റെ ശിഷ്യഗണത്തിലേക്കും അവിടെ നിന്നും യാക്കോബും യോഹന്നാനും അംഗങ്ങളായ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മൂവർ സംഘത്തിലേക്കും അവിടെ നിന്നും വിശ്വാസത്തിൻ്റെ പാറ എന്ന വിശുദ്ധ പദവിയിലേക്കും അവിടെ നിന്നും സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽക്കാരൻ എന്ന അതിവിശുദ്ധ പദവിയിലേക്കും കൈപിടിച്ചുയർത്തിയതാണ്. ഈ യേശുവിനോട് ഈ പത്രോസ് ഈ ദുഃഖവെള്ളിയിൽ എന്താണ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. തൻ്റെ സ്നേഹിതന്മാരുമായി അന്ത്യ പെസഹ ആചരിച്ചതിന് ശേഷം യേശു അവരോട് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അവർ ഒരു മലയിലേക്ക് പോകുമ്പോൾ യേശു പറഞ്ഞു, ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കൽ ഇടറും. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും. അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ തന്നെ നേരെ ഗലീലയിലേക്ക് പോവുക എന്നാണ്. ഉടനെ പത്രോസ് പറയുകയാണ്, എല്ലാവരും നിങ്കലിടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല. അത് കേട്ടപ്പോൾ മറുപടിയായി യേശു അവനോട് പറയുകയാണ്, ഈ രാത്രിയിൽ തന്നെ കോഴി കൂകുന്നതിന് മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. യേശു ഈ മുന്നറിയിപ്പ് കൊടുത്തിട്ടും പത്രോസ് പറയുകയാണ്, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. മത്തായി 26:31 മുതൽ 35 വരെ, മർക്കോസ് 14:27 മുതൽ 31 വരെ. അന്ന് രാത്രി തന്നെ ഗെത്സമന തോട്ടത്തിൽ വെച്ച് യൂദായും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരം വാളും വടികളുമായി വന്ന് യേശുവിനെ പിടിച്ച് മഹാപുരോഹിതനായ കയ്യഫായുടെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ച് കൂടിയിരുന്നിടത്തേക്ക് കൊണ്ടുപോയി. ഗലീലയ്ക്ക് പോകാൻ പറഞ്ഞ യേശുവിൻ്റെ വാക്ക് അനുസരിക്കാതെ പത്രോസ് മഹാപുരോഹിതൻ്റെ അരമനയ്ക്കകത്തോളവും അവനെ ദൂരവേ അനുഗമിച്ചു എന്നാണ് നാം വായിക്കുന്നത്. പത്രോസ് എങ്ങനെയാണ് അവിടെ അകത്ത് കടന്നത്? ഇത്ര കർക്കശമായ പാറാവുള്ള അവിടെ, അതും യേശുവിനെ പിടിച്ച് ബന്ധിച്ച് കൊണ്ടുപോയി വിസ്തരിക്കുന്ന ആ സ്ഥലത്ത് നേരെ ചെന്ന് കയറാൻ പറ്റുമോ? ഇവിടെയാണ് യോഹന്നാൻ്റെ വിശദീകരണം നമുക്ക് സഹായകമാവുന്നത്. യോഹന്നാൻ 18:15 ശിമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിൻ്റെ പിന്നാലെ ചെന്നു. ആരാണ് ആ മറ്റേ ശിഷ്യൻ? 19-ാം അധ്യായം 35-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ യോഹന്നാൻ പറഞ്ഞിരിക്കുകയാണ്, ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നുവെന്ന്. അതായത് ഇതിൻ്റെ ദൃക്സാക്ഷിയാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന്. അപ്പോൾ ആ മറ്റേ ശിഷ്യൻ യോഹന്നാനാണ്. ഇനി 18-ാം അധ്യായം 15-ാം വാക്യം വായിക്കാം. ആ ശിഷ്യൻ മഹാപുരോഹിതന് പരിചയമുള്ളവനാകയാൽ, അതെങ്ങനെയാണ്?
ഈ ശിഷ്യന് അഥവാ യോഹന്നാന് മഹാപുരോഹിതനുമായി പരിചയം? യോഹന്നാൻ്റെ പിതാവ് സെബദി ഒരു വലിയ സമുദ്രോൽപ്പന്ന വ്യാപാരിയായിരുന്നു. മഹാപുരോഹിതൻ്റെ അരമനയിൽ സമുദ്ര വിഭവങ്ങൾ നൽകി വന്നത് സെബദിയായിരുന്നു. പലപ്പോഴും യോഹന്നാനാണ് അത് അവിടെ എത്തിച്ചിരുന്നതെന്ന് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനി വാക്യം 15 ശ്രദ്ധിക്കുക. ആ ശിഷ്യൻ മഹാപുരോഹിതന് പരിചയമുള്ളവനാകിയാൽ യേശുവിനോട് കൂടെ മഹാപുരോഹിതൻ്റെ നടുമുറ്റത്ത് കടന്നു. ഇനി തൊട്ടടുത്ത വാക്യം 16 നമുക്ക് വായിക്കാം. പത്രോസ് വാതിൽക്കൽ പുറത്ത് നിൽക്കുമ്പോൾ മഹാപുരോഹിതന് പരിചയമുള്ള മറ്റേ ആ ശിഷ്യൻ പുറത്ത് വന്ന് വാതിൽ കാവൽക്കാരത്തിയോട് പറഞ്ഞ് പത്രോസിനെ അകത്ത് കയറ്റി. അങ്ങനെയാണ് പത്രോസ് മഹാപുരോഹിതൻ്റെ അരമന മുറ്റത്തെത്തിയത്. പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് നാം ഇനി ശ്രദ്ധിക്കുന്നത്. യോഹന്നാനോടൊപ്പം പത്രോസ് അകത്തേക്ക് കയറുമ്പോൾ വാതിൽ കാവൽക്കാരത്തി, അത് യോഹന്നാന് പരിചയമുള്ള വാതിൽ കാവൽക്കാരത്തി, നീയും ഈ മനുഷ്യൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് ചോദിച്ചു. വളരെ നിസ്സാരമായ യാദൃച്ഛികമായ ഒരു ചോദ്യം. തനിക്ക് പരിചയമുള്ള യോഹന്നാൻ യേശുവിൻ്റെ ശിഷ്യനാണ് എന്ന് അറിയാവുന്ന ആ കാവൽക്കാരത്തി അവൻ്റെ കൂട്ടുകാരനായി പത്രോസ് അകത്തേക്ക് പോകുമ്പോൾ യാദൃച്ഛികമായി, സാധാരണയായി, നിസ്സാരമായി ഒരു ചോദ്യം ചോദിച്ചു. നീയും അവൻ്റെ ശിഷ്യനാണ് അല്ലേ? അല്ല എന്ന് പത്രോസ് പറഞ്ഞു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. മത്തായി എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ തള്ളിപ്പറഞ്ഞു. അതെ എന്ന ഒരു നിസ്സാരമായ മറുപടിയിൽ തീരേണ്ട പ്രശ്നമാണ്. രംഗം 2, യോഹന്നാൻ 18:18. അന്ന് കുളിറാകൊണ്ട് ദാസന്മാരും ചേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അകത്ത് യേശുവിനെ നിശ്ചിതമായി ചോദ്യം ചെയ്യുകയും അവൻ്റെ കന്നത്തടിക്കുകയും അവനെ ബന്ധിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഈ സമയത്താണ് പത്രോസ് പുറത്ത് നിന്നവരുടെ കൂടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാക്യം 25. ശീമോൻ പത്രോസ് തീ കാഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലയോ എന്ന് ചിലർ അവനോട് ചോദിച്ചു. വീണ്ടും മറുപടി കേൾക്കണം. അല്ല എന്ന് അവൻ മറുത്തു പറഞ്ഞു. മത്തായി എഴുതിയിരിക്കുന്നതാണല്ലോ കുറേ കൂടെ വിശദമായിട്ടുള്ളത്. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോടെ തള്ളിപ്പറഞ്ഞു. മത്തായി 26:72. രംഗം 3, ദൃക്സാക്ഷി യോഹന്നാൻ പറയുന്നു, മഹാപുരോഹിതൻ്റെ ദാസന്മാരിൽ വെച്ച് പത്രോസ് കാതറുത്തവൻ്റെ ചാർച്ചക്കാരനായ ഒരുത്തൻ, ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടില്ലയോ എന്ന് പറഞ്ഞു. യോഹന്നാൻ 18:26. പത്രോസ് പിന്നെയും മറുത്തു പറഞ്ഞു എന്ന് യോഹന്നാൻ പറയുമ്പോൾ മത്തായി പറയുന്നു, നോക്കൂ, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. എന്നാറേ, കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തു പോയി അതിദുഃഖത്തോടെ കരഞ്ഞു എന്നാണ് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പത്രോസിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ കാരണം അവൻ അകലം വിട്ട് യേശുവിനെ അനുഗമിച്ചതും ഇരിക്കരുതാത്ത സ്ഥലത്ത് കയറിയിരുന്നതുമാണ്. ലൂക്കോസ് ഈ സംഭവം രേഖപ്പെടുത്തുമ്പോൾ അവിടെ ഒരു കൊച്ചു വാചകം ചേർത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പീഡാനുഭവ വിവരണങ്ങളിൽ എൻ്റെ ഹൃദയത്തെ വല്ലാതെ കുത്തി നോവിക്കുന്ന ഒരു സംഭവം ഇതാണ്. രക്തമൊലിച്ചിറങ്ങുന്ന ശരീരവും കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി പത്രോസിനെ ദയനീയമായി നോക്കുന്ന യേശുവിൻ്റെ ആ നോട്ടം. പ്രിയപ്പെട്ടവരെ, കാൽവറിയിൽ ഇറ്റുവീണ രക്തത്തുള്ളികളിൽ ഹൃദയം നുറുങ്ങിയ ആ നോട്ടത്തിൻ്റെ പങ്കും വളരെ വലുതാണ് എന്ന് മറക്കരുത്. ഈ ദുഃഖവള്ളി തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളുടെയും ദാതാവും രക്ഷകനുമായ കർത്താവിനെ കൂടെ അനുഗമിക്കേണ്ടതിന് പകരം ദൂരെ മാറി അനുഗമിക്കുന്നവരും
അരുമനാഥൻ അതിവ്യഥയിലൂടെ കടന്നു പോകുമ്പോഴും പുറത്ത് ഇരിക്കരുതാത്ത സ്ഥലത്ത് കയറി ഈ ലോകത്തിൻ്റെ കുളിരകറ്റുന്നവരോടൊപ്പം നിർവികാരികളായി ജീവിക്കുന്നവരെയെല്ലാം ഈ സംഭവം വെല്ലുവിളിക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്രയോ പേരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമ്മുടെ ജീവിതാനുഭവങ്ങളാണ്. യാതൊരു യോഗ്യതയുമില്ലാതിരുന്നിട്ടും ദൈവം തമ്പുരാൻ നമ്മയൊക്കെ കൈപിടിച്ചുയർത്തി എത്തിച്ച ജീവിതാവസ്ഥകൾ. ആവർത്തന പുസ്തകത്തിൽ മോശയെ ആവർത്തിച്ച് പറയും പോലെ, ഞാനാണ് നിന്നെ മിസ്രയീമിൻ്റെയും മരുഭൂമിയുടെയും അനുഭവങ്ങളിലൂടെ കൈപിടിച്ച് നടത്തി ഇന്നത്തെ പാലും തേനും ഒഴുകുന്ന അവസ്ഥയിലെത്തിച്ചത്. അങ്ങനെയുള്ള നമ്മളിൽ എത്രയോ പേരാണ് ഈ ദൈവത്തെ ഉപേക്ഷിച്ച് ഈ ലോകത്തിൻ്റെ ഭ്രമങ്ങളിൽ ആകൃഷ്ടരായി നന്ദി കെട്ടവരായി ജീവിക്കുന്നത്. ഓർമ്മയിലിരിക്കട്ടെ, കാൽവറിയിൽ ഇറ്റുവീണ ചില രക്തത്തുള്ളികൾ ഇത്തരക്കാരെ കൂടി ഓർത്താണ്. ഇതുവരെ നാം ധ്യാനിച്ചതുപോലെ കാൽവറിയിൽ ഇറ്റുവീണ ചോരത്തുള്ളികളിൽ പലതും തൻ്റെ പ്രിയപ്പെട്ടവരുടെ ഒറ്റുകൊടുക്കലിൻ്റെയും നന്ദികേടിൻ്റെയും ഒക്കെ ഫലമായി ഹൃദയം നുറുങ്ങി ഒഴുകിയവയാണെങ്കിലും തൻ്റെ പീഡാസഹനങ്ങളെ നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ ശരിക്കും തിരിച്ചറിഞ്ഞ ചില മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ചൊരിഞ്ഞതുകൂടെയാണ് എന്നതാണ് പരമാർത്ഥം. അങ്ങനെയുള്ള ചിലരെക്കുറിച്ചുകൂടെ ധ്യാനിക്കാൻ ബാക്കി സമയം ഉപയോഗിക്കട്ടെ. അങ്ങനെയുള്ള പലരെയും നാം ദുഃഖവെള്ളിയാഴ്ച കണ്ടുമുട്ടുന്നുണ്ട്. എങ്കിലും 1-2 പേരെ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. അതനുസരിച്ച് മൂന്നാമതായി നാം കണ്ടുമുട്ടുന്നത് നാടുവാഴിയായ പീലാത്തോസിൻ്റെ ഭാര്യ ക്ലോഡിയയെയാണ്. രാത്രി മുഴുവൻ നീണ്ടുനിന്ന അന്യായമായ വിസ്താരത്തിനും പീഡനങ്ങൾക്കും ശേഷം പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു. മത്തായി 27:1-2 വാക്യങ്ങൾ. പീലാത്തോസിൻ്റെ വിസ്താരത്തിൽ യേശു നിരപരാധിയാണ് എന്ന് ബോധ്യപ്പെട്ടതിനാൽ യേശുവിനെ വെറുതെ വിടാനായി പല ശ്രമങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട്. എന്നാൽ ആൾക്കൂട്ടത്തിൻ്റെ ആരവം കാരണം തീരുമാനമെടുക്കാൻ കഴിയാതെ അവൻ ന്യായാസനത്തിലിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ആളയച്ചു, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. മത്തായി 27:19. ഒന്നും സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പീലാത്തോസ് വെള്ളമെടുത്ത് പുരുഷാരം കാണെ കൈ കഴുകി യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുകയാണ്. നിരപരാധികളെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത് കണ്ടു. അത്തരം രംഗങ്ങളിൽ നിസ്സംഗതയോടെ കൈ കഴുകി തടി തപ്പുന്ന അധികാരവർഗത്തെ കണ്ടു. മനസ്സ് നീറുന്ന, സ്വപ്നങ്ങളിൽ പോലും അസ്വസ്ഥരാകുന്ന എത്രയോ അമ്മമാരും ഭാര്യമാരും സഹോദരിമാരും മക്കളും ഈ ദുഃഖവെള്ളിയിലും നിലവിളിക്കുന്നുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെല്ലാം, എന്തിന് സഭാ സമൂഹങ്ങളിൽ പോലും എത്രയോ അനീതികളാണ് നാം നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇത്തരം രംഗങ്ങളിൽ നിരപരാധികളെ കൈയൊഴിഞ്ഞ് ബറബാസുമാർക്ക് ആനുകൂല്യം നൽകുന്ന എത്രയോ അധികാരവർഗങ്ങളെയാണ് നമുക്ക് പരിചയമുള്ളത്. കപട നീതിമാന്മാരായ അധികാരികൾ, ആൾക്കൂട്ടത്തിന് കടിച്ചു കീറാൻ വിട്ടുകൊടുത്ത നീതിമാനായ യേശുവിൻ്റെ അമ്മ മറിയ മുതൽ ഈ അടുത്ത കാലത്തെ ഉദാഹരണങ്ങൾ മാത്രം നോക്കിയാൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന അനീതികൾ കണ്ട് ഹൃദയം നുറുങ്ങി ജീവിക്കുന്ന, സ്വപ്നങ്ങളിൽ പോലും അസ്വസ്ഥരാകുന്ന ക്ലോഡിയമാർ നിരവധിയാണ്. നരാധമന്മാരായ മനുഷ്യർ 51 വെട്ടിക്കൊന്ന TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ KK രമയും, കപട നീതിയുടെ സദാചാര സംഘം തല്ലിക്കൊന്ന അട്ടപ്പാടിയിലെ മധുവിൻ്റെ അമ്മയും സഹോദരിയും, ഇങ്ങേയറ്റത്ത് വയനാട് പൂക്കോട്ട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ മാതാവിലും അത് അവസാനിക്കുന്നില്ല. ഒരുപക്ഷെ നിഷ്കളങ്ക രക്തങ്ങളെ ഒരു പാത്രം വെള്ളത്തിൽ കഴുകിക്കളയുന്ന അധികാരി വർഗം തകർത്ത് കളഞ്ഞ ഒരുപാട് പേരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാവാം. അത്തരം അനീതികൾ കണ്ട് ഹൃദയം നുറുങ്ങി ജീവിക്കുന്ന, സ്വപ്നങ്ങളിൽ പോലും അസ്വസ്ഥരാകുന്ന എൻ്റെയും നിങ്ങളുടെയും അമ്മമാരോ
ഭാര്യമാരോ സഹോദരിമാരോ മക്കളോ ഒക്കെ ഉണ്ടാവാം. പ്രിയപ്പെട്ടവരെ, ദുഃഖവെള്ളിയാഴ്ചയിൽ കാൽവറിയിൽ ഇറ്റുവീണ രക്തത്തുള്ളികളിൽ ചിലത് അത്രം ക്ലോഡിയമാർക്ക് വേണ്ടി കൂടെയാണ്. ഇനിയും പലരെയും കുറിച്ച് ധ്യാനിക്കാനുണ്ടെങ്കിലും ഒരാളെ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അവസാനമായി നാം ശ്രദ്ധിക്കുന്നത് യേശുവിൻ്റെ ക്രൂശീകരണത്തിന് നേതൃത്വം നൽകിയ ശതാധിപനെയാണ്. പല ശതാധിപന്മാരെ, അതായത് സൈനിക മേധാവികളെ നാം സുവിശേഷങ്ങളിൽ കണ്ടുമുട്ടുന്നുണ്ട്. കപർന്നഹൂമിലെ ശതാധിപനെ നമുക്കറിയാം. കൊർന്നല്യോസ് എന്ന ശതാധിപനെ നമുക്കറിയാം. ഇവിടെ നാം കാണുന്ന ശതാധിപന് ലോങ്കിനസ്, പെട്രോണിയസ് എന്നൊക്കെയാണ് സഭാ പാരമ്പര്യത്തിൽ പേര് നൽകിയിരിക്കുന്നത്. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ചുമതലയുണ്ടായിരുന്ന ഈ ശതാധിപനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സർക്കാർ ക്രിമിനൽ എന്ന മുദ്രകുത്തി തന്നെ ഏൽപ്പിച്ചയാളുടെ മരണശിക്ഷ നടപ്പാക്കിയാൽ മാത്രം മതി. എന്നാൽ തൻ്റെ കർത്തവ്യ നിർവഹണത്തിനിടയിലും തൻ്റെ കണ്ണുകളും കാതുകളും തുറന്നു വെച്ച് യേശുവിൻ്റെ പീഡാസഹനങ്ങളെ ആദിയോടന്തം ഏറ്റവും അടുത്ത് നിന്ന് കണ്ട ആളാണ് അദ്ദേഹം. യേശുവിൻ്റെ ക്രൂശീകരണത്തെ തുടർന്ന് അന്തരീക്ഷം ഭയാനകമായി മാറുന്നതിൻ്റെ ഭീതിതമായ വിവരണങ്ങൾ സുവിശേഷങ്ങൾ നാം വായിക്കുന്നുണ്ട്. നട്ടുച്ച മുതൽ 3 മണിക്കൂർ നേരം ദേശം മുഴുവൻ അർദ്ധരാത്രി പോലെ അന്ധകാരാവൃതമായി. പാറകളും കല്ലറുകളും വരെ പൊട്ടിത്തകരുന്ന വിധം ഭൂമിയിൽ പ്രകമ്പനങ്ങളുണ്ടായി. മത്തായി 27:54 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തു നിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു. മർക്കോസും അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസ് 15:39. എന്നാൽ ലൂക്കോസ് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ലൂക്കോസ് 23:47. അതായത് നീതിമാനായ യേശുവിനോട് സമൂഹം ചെയ്ത അനീതി കണ്ട് പ്രകൃതി പോലും പ്രതികാരദാഹിയായി മാറിയതാണ് എന്ന് ഒരു പട്ടാള മേധാവി സാക്ഷ്യം പറയുകയാണ്. ഒരർത്ഥത്തിൽ ആ ക്രൂരതകൾക്കെല്ലാം മേൽനോട്ടം വഹിച്ചത് താനാണല്ലോ എന്ന കുറ്റബോധവും അതിൻ്റെ ഫലമായുണ്ടായ കുമ്പസാരവുമാണ് ഈ വാക്കുകളിൽ കാണുന്നത് എന്നാണ് എൻ്റെ വിചാരം. പ്രിയപ്പെട്ടവരെ, ദുഃഖവെള്ളിയാഴ്ചയിൽ കാൽവറിയിൽ ഇറ്റുവീണ രക്തത്തുള്ളികളിൽ ചിലത് യേശു ആരാണ് എന്ന് അവൻ്റെ സഹനങ്ങളിലൂടെ തിരിച്ചറിയുകയും മനസ്സിലാക്കിയ സത്യം പരസ്യമായി വിളിച്ചു പറയുകയും ചെയ്ത ശതാധിപന് വേണ്ടിയും കൂടെയാണ്. ഈ ധ്യാനത്തിലൂടെ കാൽവറിയുടെ നെറുകയിൽ ദുഃഖവെള്ളിയാഴ്ച ഇറ്റിറ്റു വീണ രക്തത്തുള്ളികളെ ഒന്ന് തിരിച്ചറിയാനുള്ള എളിയ ശ്രമമായിരുന്നു. അവയിലേതെങ്കിലും നമ്മൾ കാരണമോ നമുക്ക് വേണ്ടിയോ ആയിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? സ്നേഹശാസ്ത്രത്തെ വെള്ളിക്കാശികൾ കിലുങ്ങുന്ന സാമ്പത്തിക ശാസ്ത്രം കീഴടക്കിയപ്പോൾ നിന്ദിക്കപ്പെട്ടവനായി മാറി സ്നേഹബന്ധങ്ങൾക്ക് വിലയിട്ട് കൂടെയുണ്ടായിരുന്നവരെയും, എന്തിന് ദൈവത്തെ പോലും സ്വാർത്ഥതയുടെ ചന്തയിൽ വിറ്റുകളഞ്ഞ് അക്കൽദാമയുടെ അഥവാ രക്തനിലത്തിൻ്റെ ആധാരത്തിൻ്റെ വിൽപ്പത്രം എഴുതിയ യൂദ ഇസ്കരിയോത്താമാരും തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളുടെയും ദാതാവും രക്ഷകനുമായ കർത്താവിനെ കൂടെ അനുഗമിക്കേണ്ടതിന് പകരം ദൂരെ മാറി അനുഗമിക്കുകയും അരുമനാഥൻ അതിവ്യഥയിലൂടെ കടന്നു പോകുമ്പോഴും പുറത്ത് ഇരിക്കരുതാത്ത സ്ഥലത്ത് കയറി ഈ ലോകത്തിൻ്റെ കുളിരകറ്റുന്നവരോടൊപ്പം നിർവികാരികളായി ജീവിക്കുകയും ചെയ്യുന്ന പത്രോസുമാരും നിരപരാധികളെ കൈയൊഴിഞ്ഞ് ബറബാസുമാർക്ക് ആനുകൂല്യം നൽകി വെള്ളത്തിൽ കൈകഴുകുന്ന അധികാരവർഗത്തെയും അവരുടെ അനീതികളെയും കണ്ട് ഹൃദയം നുറുങ്ങി ജീവിക്കുന്ന, സ്വപ്നങ്ങളിൽ പോലും അസ്വസ്ഥരാകുന്ന എൻ്റെയും നിങ്ങളുടെയും അമ്മമാരോ ഭാര്യമാരോ സഹോദരിമാരോ മക്കളോ ഒക്കെ ആയ ക്ലോഡിയമാരും തൻ്റെ കർത്തവ്യ നിർവഹണത്തിനിടയിലും തൻ്റെ കണ്ണുകളും കാതുകളും തുറന്നു വച്ച് യേശുവിൻ്റെ പീഡാസഹനങ്ങളെ ആദിയോടന്തം ഏറ്റവും അടുത്ത് നിന്ന് കണ്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നുവെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുന്ന ശതാധിപന്മാരും
നമ്മുടെ ഉള്ളുകളെ പൊള്ളിക്കുന്നില്ലേ? ആത്മാർത്ഥമായി ശോധന ചെയ്യാം. അത്തരത്തിലുള്ള അർത്ഥവത്തായ ഒരു ദുഃഖവെള്ളി എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. പി തോമസ് അച്ഛൻ.